സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത് ബാധിതാക്ഷാ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമന്നാരായണീയത്തിൽ ബ്രഹ്മദേവൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ആവശ്യം മനസ്സിലാക്കി അനുഗ്രഹം അങ്ങോട്ട് കൊടുത്തു. ചോക്കേണ്ടിയൊന്നും വന്നില്ല. ലപസ്സ ഭുവനത്രയീ രചന ദക്ഷതാം, 3 ലോകവും തെറ്റിക്കാനുള്ളതായിരിക്കുന്ന അക്ഷതാം ദക്ഷത, നശിക്കാത്ത കഴിവ്, തളരാത്ത കഴിവ് അങ്ങേക്ക് ഉണ്ടാവട്ടെ. ലോകം തെറ്റിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. അവസാനം വരെ അത് എത്തണച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നീണ്ടു നിൽക്കുള്ളൂ ശക്തി. അപ്പം അത് അങ്ങേക്ക് ഉണ്ടാവട്ടെ. ഇപ്രകാരം അനുഗ്രഹം ബ്രഹ്മാവിന് നൽകിയ ഭഗവാനെ എന്നെ രക്ഷിക്കണമേ. ഇനി അടുത്തതായിട്ട് തപസ് വീണ്ടും ബ്രഹ്മാവ് തുടർന്ന് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞല്ലോ. ആ തപസ് ബ്രഹ്മാവിൻ്റെ പൊതുവെയുള്ള അവസ്ഥ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുകയാണ്. 9ാമത്തെ ശ്ലോകം. ശതം കൃതതപാസ്തത സകലു ദിവ്യ സംവത്സരാൻ അവാപ്യ തപോബലം മതിബലഞ്ച പൂർവാധികം ഉദീക്ഷകിലകമ്പിതം വയസി പങ്കജം വായുന പവത്ബലവിദ്രം വിദപ്തവനപാദസീവിതവാൻ. ബ്രഹ്മാവ് 100 ദിവ്യ സംവത്സരക്കാലം തപസ്സനുഷ്ഠിച്ചു. നേരത്തെ പറഞ്ഞു തപശ്ചരാന്ന്. കുരു തപശ്ച ഭൂയോ വിധേ, ഹേ വിധേ ബ്രഹ്മാവേ, വീണ്ടും തപസ്സനുഷ്ഠിക്കുക. ഇവിടെ ചെയ്തു. ഭഗവാന്റെ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിക്കണമല്ലോ. ബ്രഹ്മാവ് 100 ദിവ്യ സംവത്സരക്കാലം മുഴുവനും തപസ്സനുഷ്ഠിച്ചു. അനുഷ്ഠിക്കാനാണ് പറഞ്ഞത്, അതനുസരിച്ചു. ശതം കൃത തപസ്തത സകലു ദിവ്യ സംവത്സരാൻ. ദിവ്യ സംവത്സരങ്ങളാണ്, നമ്മുടെ 365 ദിവസപ്രകാരമുള്ളതല്ല, ആവണമെന്നില്ല. അതാണ് ദിവ്യവത്സരം എന്ന് പറയുന്നത്. സൂര്യനെ ഭൂമി ഒരു പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കാൻ ഉപയോഗിക്കുന്ന സമയം ആവണമെന്നില്ല. ബ്രഹ്മാവിൻ്റെ വർഷം വേറെ കണക്ക് പ്രകാരമുള്ള കൊല്ലങ്ങളായ ബ്രഹ്മാവിന് കുറച്ച് സമയമേ വരുള്ളൂ. അത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ദിവ്യ സംവത്സരം എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ വെറും സംവത്സരം എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ വർഷങ്ങൾ സംവത്സരം എന്നാണ് പറയുക. ദിവ്യ സംവത്സരാൻ ശതംകൃത തപാസ്തപ, ദിവ്യ 100 സംവത്സരം പ്രകാരം തപം അനുഷ്ഠിച്ചു. കൃതതപാഹ, തപസ് ചെയ്തു. കൃതതപാഹ, തപസ് ചെയ്തു. ദിവ്യ സംവത്സര ശതം ദിവ്യ സംവത്സര കൃതതപ, അനവധി ദിവ്യ സംവത്സര കാലത്തോളം തപസ് അനുഷ്ഠിച്ചു. അവാപ്യച്ച തപോബലം മതിബലഞ്ച പൂർവാധികം. തപസ് അനുഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മതിബലം. മതി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ബുദ്ധി എന്നർത്ഥമാണ്. ബുദ്ധി. മതി മലയാളത്തിൽ മതി എന്ന് പറഞ്ഞാൽ ഇനി വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. ചോറൊക്കെ വിളമ്പുമ്പോൾ മതി മതിട്ടോ. ഇത് മലയാളം. സംസ്കൃതത്തിൽ മതി എന്ന് പറഞ്ഞാൽ ബലം, ബുദ്ധി എന്നർത്ഥമാണ്. ബുദ്ധി. ഇപ്പം മതിബലം എന്ന് പറഞ്ഞാലോ ബുദ്ധിശക്തി. ഇത് ബുദ്ധിയുടെ ശക്തി നമ്മൾ നിയന്ത്രിക്കണതൊന്നും അല്ല കേട്ടോ. കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവുക. അടുത്തത് എന്താ വേണ്ടത്, കഴിഞ്ഞത് എന്താ ഓർക്കത്ത് പറയണച്ചാണ്ടല്ലോ. ദേവിമാത്മ്യത്തിലൊരു ശ്ലോകത്തിലുണ്ട്, യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത. ഒന്നങ്ങോട്ട് മറിഞ്ഞാൽ നമുക്ക് വല്ലതും ഓർമ്മയുണ്ടാവും. ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞത് ഓർമ്മയുണ്ടാവില്ല, പറഞ്ഞത് തന്നെ പറയും, തെറ്റായിട്ട് പറയും. ഇതൊക്കെ നമ്മുടെ കഴിവാണ്, നമ്മൾ ധരിക്കുകയാണ്. ഉള്ളിൽ നിന്നിട്ട് നിയന്ത്രിക്കുന്നത് ആരാണ്? പരാശക്തിയായിട്ടുള്ള ജഗദംബിക, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള ഭഗവാൻ. രണ്ടായാലും പറഞ്ഞത് തെറ്റൊന്നുമില്ല, ഒരു ശക്തിയാണ്. രണ്ടായിട്ട് പറയണമെന്നേ ഉള്ളൂ. ആ ഒരു ശക്തിയാണ് മതിബലം, ബുദ്ധിയെ യഥാർത്ഥത്തിൽ പ്രവർത്തിപ്പിക്കുന്നത്. എത്ര ചെറിയ കാരണം മതി അറിയോ ഇതൊക്കെ തകരാറാവാൻ. പറഞ്ഞത് തന്നെ പറയും, ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഒരു സെക്കൻഡ് മതി ഇതൊക്കെ മറിഞ്ഞു പോകാനേ. അതുകൊണ്ട് സർവേശ്വര ഭഗവാന്റെ അനുഗ്രഹം വേണം. അതാണ് മതിബലം ലഭിച്ചു. ബുദ്ധിക്ക് പ്രകാശം. തപസ് അനുഷ്ഠിച്ചാൽ മനസ്സിന് ശക്തി കിട്ടും. അതേപോലെ തന്നെ ബുദ്ധിക്ക് ബലവും കിട്ടും. തപസ്സിൻ്റെ ഭാഗമാണ് ഈ ശബ്ദം പുറപ്പെടുവിക്കാതിരിക്കൽ. കുറേ കഴിയുമ്പോൾ നമുക്ക് ഈ പറയുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടാവും. അത് അത്ര എനർജിയാണ് ഈ ശബ്ദത്തിൽ കൂടെ പോകുന്നത്.
ശബ്ദത്തിൽ കൂടെ അത്രയും എനർജി. അപ്പോൾ ഈ ശബ്ദത്തെ ഒതുക്കിയിട്ട് തപസ് ചെയ്യുമ്പോൾ അത്രയും ശക്തി നമുക്ക് സംഭരിക്കാൻ പറ്റും. കണ്ണടയ്ക്കുമ്പോൾ അനവധി ശക്തി ലഭിക്കുന്നു എന്നാണ്. കാരണം കാഴ്ചയിൽ കൂടിയിട്ടാണ് അത്ര അനവധി ശക്തി പോണത്. വീഡിയോ പ്രവർത്തിക്കുമ്പോഴാണ് ബാറ്ററി അധികം പോവുക ഫോണിൻ്റെ, നോക്കിയോ. ഓഡിയോ കേൾക്കുമ്പോൾ അത്ര പോവില്ല. അതേപോലെ തന്നെ ശരീരത്തിൽ നമ്മൾ കാണുമ്പോൾ, ടി വി ഒക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ എനർജി പോകണമെന്ന് നമ്മൾ അറിയണില്ല. അപ്പോൾ കാഴ്ചകൾ കാണുമ്പോൾ, ചെവികൾ, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എല്ലാം നമുക്ക് തളർച്ച വരും. ഇതിനെയൊക്കെ ഒതുക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ശക്തി കിട്ടുന്നത്. ഒക്കെ റെസ്റ്റ് കൊടുക്കണേ. ഇപ്പോൾ തപസ് എന്ന് പറഞ്ഞാൽ വലിയൊരു റെസ്റ്റാണ്, ഒരു റീസ്റ്റോറിങ് ആണ്, ഒരു ചാർജിങ് ആണ്, ബാറ്ററി ചാർജ് ചെയ്യണത്. അപ്പം മതിബലം, ബുദ്ധിക്ക് ബലം കിട്ടി, പൂർവാധികം മുമ്പത്തെക്കാട്ടിലും ബുദ്ധിക്ക് ബലം കിട്ടി. അത് കിട്ടും തപസ് ചെയ്യുമ്പോഴോ. മൗനവ്രതം ഒരു ദിവസം മൗനവ്രതം ഒന്ന് ആചരിച്ചു നോക്കുക, വളരെ ബുദ്ധിമുട്ടാണ്. പിറ്റേ ദിവസം നമുക്കുണ്ടാവുന്ന ഉത്സാഹം ആരും പറയേണ്ട ആവശ്യമില്ല, സ്വയം അനുഭവിച്ചറിയാം. കൊല്ലത്തിൽ ഒരു ദിവസമെങ്കിലും മൗനവ്രതം അത്യാവശ്യം അത്രേ നമുക്ക്. ആരാ ചെയ്യണം? ചെയ്ത് നോക്കൂ, അപ്പോൾ അറിയാം. തീർച്ചയായിട്ടും കുറേ നേരം മിണ്ടാതിരിക്കുമ്പോൾ നമുക്കൊരു എനർജി കിട്ടേണ്ടത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം, ഒരു പ്രയാസമില്ല. അപ്പോൾ അതാണ് ഇന്ദ്രിയങ്ങളെ കുറച്ച് ഒതുക്കുമ്പോൾ നമ്മുടെ ശക്തി വളരെ കിട്ടുന്നു. മതിബലം ച പൂർവാധികം ഉദീക്ഷകില കമ്പിതം പയസി പങ്കജം വായുന. അങ്ങനെ വീണ്ടും ആ വെള്ളത്തിൽ നിൽക്കുന്നതായിട്ടുള്ള താമരയെ കണ്ടു. ഭവത് ബലവിജൃംഭിത പവനപാദസി പീതവാൻ എന്ന് പറയുകയാണ്. വായുവിനെയും അവിടുന്നാകുന്ന ബലത്താൽ, ഭഗവാനാകുന്ന ബലത്താൽ നിൽക്കുന്നതായിട്ടുള്ള ആ താമരയെ കണ്ടു. വായുവിനെയും വെള്ളത്തിനെയും പാനക്രിയയാൽ ഉൾക്കൊണ്ടു. വായുവിനെയും വെള്ളത്തിനെയും ഭക്ഷിച്ചു എന്ന് പറയാം. തൻ്റെ ഉള്ളിലേക്ക് ആക്കാനുള്ളൊരു കഴിവ് ബ്രഹ്മാവിന് കിട്ടി. ഇപ്പോൾ തപസ് കൊണ്ട് എന്തേ കിട്ടിയേ? ഈ വെള്ളത്തിനെയും വായുവിനെയൊക്കെ തൻ്റെ ഉള്ളിലേക്ക് ആക്കാനുള്ള ശക്തി സമാഹരിച്ചു, നേടി. തപസ് കൊണ്ട് അങ്ങനത്തെ അത്ഭുത സിദ്ധികളൊക്കെ ഉണ്ടാവും. നേരത്തെ വെള്ളം കണ്ടപ്പോൾ എന്തുണ്ടായി? പരിഭ്രമിച്ചു ഇല്ലേ? ഈ വെള്ളത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഈശ്വര എന്താണ് ചെയ്യുക, എങ്ങനെയാണ് സൃഷ്ടി ചെയ്യുക എന്ന് വിചാരിച്ച് പരിഭ്രമിച്ച ബ്രഹ്മാവ് ഇപ്പം തപസ് കൊണ്ട് വെള്ളം കണ്ടപ്പോൾ എന്തുണ്ടായി? അതിനെ തൻ്റെ ഉള്ളിലേക്കാക്കി. കണ്ടില്ലേ മാറ്റം? അപ്പോൾ ആദ്യം അതിനെ കണ്ട് പരിഭ്രമിച്ചപ്പോൾ വായുവിനെയും വെള്ളത്തിനെയും പാനക്രിയ എന്ന് പറഞ്ഞാൽ കുടിക്കുക, അതിനെ തൻ്റെ ഉള്ളിലേക്കാക്കി. പേടിച്ചില്ല. ആദ്യം ഭയം ഉണ്ടായത്. താമര എങ്ങനെ ഇളകണുണ്ട്, അതെങ്ങാനും പൊട്ടി ഒടിഞ്ഞു വീണാൽ തൻ്റെ സ്ഥിതി എന്താവും എന്നൊക്കെ ഓർത്തുള്ള ഭയം ഉണ്ടായ ബ്രഹ്മാവിനിതാ 100 സംവത്സര തപസ്സനുഷ്ഠിച്ചപ്പോൾ പേടിയല്ല ഉണ്ടായതൊക്കെ തൻ്റെ ഉള്ളിലേക്കാണ്ടാക്കി. മാറി, സ്റ്റെപ്പ് മാറി നൃത്തം. നേരത്തെ കണ്ട അനുഭവം അല്ല ഇപ്പോൾ ഉണ്ടായത്. എന്നിട്ടോ തവൈവ കൃപയാ പുനഃസ്തരത്തി ജേന തേനൈവ സ പ്രകൽപ്യ ഭുവനത്രയീം പ്രഭവൃതേ പ്രജാനിർമ്മിതോ തഥാവിധ കൃപാപരോ ഗുരുമരുപുരാധീശ്വര ത്വമാശു പരിവാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ. അങ്ങനെ ബ്രഹ്മാവ് സർവേശ്വര പുനഃ സ, പിന്നീട് അദ്ദേഹം, സ എന്ന് പറഞ്ഞാൽ അവൻ, തേർഡ് പേഴ്സണാണ്. തവ കൃപയാ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്ത് ചെയ്തു? സരസിജേനയേവ ഭുവനത്രയും പ്രകൽപ്യ, 3 ലോകത്തെയും സൃഷ്ടിച്ചു. ആദ്യ ലോകത്തെ 3ആയിട്ട് വിഭജിച്ചു. അധോലോകം, ഭൂമി ലോകം, മേപ്പെട്ടുള്ള ലോകം. ഇതാണ് എന്ന് 3 ലോകത്തെ പറയുന്നത്. ഒന്ന് താഴത്തേക്കുള്ളത്, പിന്നെ ഭൂലോകം, പിന്നെ സ്വർലോകം. ഇതാണ് സ്വർലോകം. എന്ന് പറഞ്ഞാൽ സ്വർലോകം. 3ആക്കിയിട്ട് മാറ്റി. നാഭികമലം കൊണ്ട് തന്നെ ത്രൈലോക്യത്തെ 3ആയിട്ട് വിഭജിച്ചു. അല്ല, ലോകത്തെ 3ആയിട്ട് വിഭജിച്ചു. ലോകത്തെ 3ആയിട്ട് വിഭജിച്ചപ്പോൾ എന്തായി? ത്രൈലോക്യം ഉണ്ടായി. മൊത്തത്തിലുള്ളതിനെ 3ആയിട്ടാണ് വിഭജിച്ചു എന്നർത്ഥം. പ്രജാനിർമ്മിതോ പ്രഭവൃതേ. എന്നിട്ട് എന്ത് ചെയ്തു? പ്രജകളെ സൃഷ്ടിക്കാൻ തുടങ്ങി. അതിനുള്ള കഴിവ് കിട്ടിയിരുന്നില്ല മുമ്പേ. അപ്പോൾ എങ്ങനെയാണ് സൃഷ്ടിക്കുക? ഇപ്പോൾ അതിനുള്ള കഴിവുണ്ടായപ്പോഴോ സൃഷ്ടിക്കാൻ തുടങ്ങുകയും ചെയ്തു. എപ്പോൾ തപസ് ആചരിച്ച് അതിനുള്ളതായിരിക്കുന്ന കഴിവ് നേടിയോ ലോകത്തെ 3ആയി ആദ്യമായിട്ട് വിഭജിച്ചു. പ്രകൽപ്യ ഭുവനത്രയും, ലോകത്തെ 3ആയിട്ട് കൽപ്പിച്ച്, 3ആയിട്ട് സൃഷ്ടിച്ച്, പ്രവവൃതേ പ്രജാനിർമ്മിതവും, പ്രജകളെ സൃഷ്ടിക്കാനുള്ള വ്യാപാരത്തിൽ ഏർപ്പെട്ടു. ഇനിയിപ്പോൾ വെറുതെ ഇരിക്കുകയല്ല, തനിക്ക് കഴിവ് കിട്ടിയിരിക്കണു, അത് ഉപയോഗിക്കണമല്ലോ. ആ കഴിവ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? പ്രജാനിർമ്മിതേ പ്രഭവൃതേ, പ്രജകളെ സൃഷ്ടി ആരംഭിച്ച ആ സൃഷ്ടി ഞാൻ അടുത്ത ദശകത്തിൽ പറയുകയാണ്. ഓരോന്നായിട്ട് എന്തൊക്കെ സൃഷ്ടിച്ചു.
ആദ്യം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് അതിനെ വൃക്ഷങ്ങൾ, പിന്നെ ജീവികൾ, പക്ഷികൾ, മനുഷ്യൻ പറഞ്ഞാൽ അതിനെ വർണ്ണിക്കുകയാണ്. സൃഷ്ടിയാ പറയുക. നീ ഇതൊന്നുമില്ല, തപസ്സും കണ്ടതൊന്നുമില്ല, ഈ സൃഷ്ടി അങ്ങോട്ട് വർണ്ണിക്കുകയാണ്. ഇവിടെ സൃഷ്ടി തുടങ്ങി എന്ന് പറഞ്ഞു വെച്ചു ഈ ദശകത്തിൽ. പ്രജാനിർമ്മിതവും പ്രവൃതേ, പ്രജകളെ സൃഷ്ടിക്കാനായിട്ട് അതിൽ ആരംഭിച്ചു. അങ്ങനെയുള്ള ഭഗവാനോട് രക്ഷ ചോദിച്ചിട്ട് ദശകം അവസാനിപ്പിക്കുകയാണ്. തഥാവിധ കൃപാഭരോ, ഈ 3 ലോകത്തെ സൃഷ്ടിക്കാനുള്ള കഴിവ് ബ്രഹ്മാവിന് നൽകി എങ്കിൽ ഭഗവാനെ എൻ്റെ ചെറിയ കാര്യങ്ങൾ സാധിപ്പിച്ചു തരാൻ എന്താ അങ്ങേക്ക് ഇത്ര വിഷമം? ഒരു വിഷമവും ഇല്ല എന്നുള്ളത് എനിക്കറിയാം. പിന്നെ എന്താണ് ആ കണ്ണ് എൻ്റെ നേരെ തുറക്കാത്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ബ്രഹ്മാവിന് കൊടുക്കണു. അപ്പം അങ്ങേക്ക് പക്ഷഭേദമുണ്ടോ? ഇത്ര വലിയ ശക്തികൾ ഇപ്പോൾ ബ്രഹ്മാവ് അതിന് മാത്രം തപസ് ചെയ്തിട്ടുണ്ട്, അത് ശരിയാണ്. നമ്മളതിന് മാത്രം തപസ് ചെയ്തിട്ടില്ലെങ്കിലും കുറേ ഇല്ലേ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കണു. അപ്പോൾ ആ ഒരു കാരുണ്യം സർവേശ്വര എന്നിൽ വേണ്ടേ? തഥാവിധ കൃപാഭരോ, നല്ല കൃപയുണ്ട് അങ്ങേക്കെന്ന് എല്ലാവരും പറയണു. ഗുരുമരുത്പുരാധീശ്വരത്വമാശു പരിവാഹിമാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ. അങ്ങനെയുള്ളതായിരിക്കുന്ന കാരുണ്യം, കനത്ത കാരുണ്യത്തിൻ്റെ നോട്ടങ്ങളെ കൊണ്ട്, ഈക്ഷിതൈ കരുണാകടാക്ഷങ്ങളെ കൊണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറയണ, രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ. ഇത്രയും കരുണാകടാക്ഷങ്ങളും അത്ഭുതസിദ്ധികളും മറ്റുള്ളവർക്ക് പിശുക്ക് കൂടാതെ കൊടുക്കുന്നതായിട്ടുള്ള അങ്ങ് എന്താണ് എൻ്റെ രോഗത്തെ മാറാനൊന്ന് കടാക്ഷിക്കാത്തത്? ആശുമാം പരിവാഹി, അധികം താമസിക്കാതെ എനിക്ക് സഹിക്കാനുള്ള ശക്തിയില്ല ഭഗവാനെ, എന്നെ രക്ഷിക്കണമേ, അങ്ങല്ലാണ്ട് എനിക്ക് വേറെ ഒരു ആശ്രയമില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ശ്ലോകത്തിൻ്റെ 2ാമത്തെ പാദം മുഴുവൻ പ്രാർത്ഥനയാണ്. തഥാവിധ കൃപാഭരോ, അങ്ങനെയുള്ള കൃപ നിറഞ്ഞതായിട്ടുള്ള ഭഗവാനെ, ഗുരുമരുത്പുരാധീശ്വര ഗുരുവായൂരപ്പ ത്വമാശു പരിവാഹിമാം, അങ്ങ് എന്നെ രക്ഷിക്കണേ. ഗുരുദയോക്ഷിതേ രീക്ഷിതേ, നല്ല നോട്ടങ്ങളെ കൊണ്ട്, കരുണാകടാക്ഷങ്ങൾ നിറഞ്ഞതായ നോട്ടങ്ങളെ കൊണ്ട് എന്നെ രക്ഷിക്കണമേ. ഭഗവാന്റെ കടാക്ഷമൊന്നും നമ്മളിലുണ്ടായാൽ പിന്നെ നമുക്ക് വല്ല വിഷമമുണ്ടോ? ശങ്കരാചാര്യ ദേവിയെ പറ്റി പറയും, ദേവി ആ കരിങ്കുവളപ്പൂ പോലെയുള്ള കണ്ണ് ഒന്ന് അടിയൻ്റെ നേരെ ഒന്ന് നോക്കണേ, പ്രയോഗിക്കണേ. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ദുഃഖമുണ്ടോ ഈ ലോകത്തിൽ? ശരീരം കൊണ്ട് ഞാൻ എന്തെങ്കിലും ദുഃഖം പിന്നെ അനുഭവിക്കുക? ഒരു നോട്ടം അമ്മയ്ക്ക് വല്ല പ്രയാസമുണ്ടോ? എനിക്ക് വലിയ ലാഭമുണ്ട്. അമ്മയ്ക്ക് പ്രയാസമില്ലാത്ത ഒരു കാര്യം ഒന്ന് നോക്കുക. അത് ചെയ്താൽ ഞാൻ ധന്യനായി, അനേനായും ധന്യോ. അതേപോലെ ഗുരുദയോക്ഷിതൈ രീക്ഷിതൈ, ഒന്ന് എന്നെ നോക്കേണമേ. ശതം കൃതതപാസ്തത സകലു ദിവ്യതംവത്സരാനവാപ്യച്ച തപോബലം മതിബലഞ്ച പൂർവാധികം. അനവധി വത്സരം ഈശ്വരൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് തപസ് അനുഷ്ഠിച്ചു. തപസ് ചെയ്തു, ചെയ്തു. അവാപ്യച്ച തപോബലം മതിബലം, ബുദ്ധിബലം പൂർവാധികമായിട്ട് നേടി. ഉദീക്ഷകില കമ്പിതം വയസി പങ്കജം വായുന, ഇളകിക്കൊണ്ടിരിക്കുന്ന താമര കണ്ടു, അതിൻ്റെ താഴെയുള്ള വെള്ളത്തിനെയും കാറ്റിനെയും തൻ്റെ ഉള്ളിലേക്കാക്കി. സാധിക്കും. ധ്രുവൻ ചെയ്തു, ധ്രുവൻ കാറ്റിനെ ഉള്ളിലേക്കാക്കിയില്ലേ? തപോബലം കൊണ്ടാണ് അങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. ഇവിടെ തത്ബല വിജൃംഭിത പവന പാതസി, പവനം കാറ്റ്, പാതസി വെള്ളം, രണ്ടിനെയും പീതവാൻ കുടിച്ചു. വെള്ളത്തിനെയും കാറ്റിനെയും തൻ്റെ ഉള്ളിലേക്ക് ആക്കി. തവേവ കൃപയാ പുനഃസരസിജേനതേനേവസ പ്രഗൽഭ്യ ഭുവനത്രയും പ്രഭവൃതേ പ്രജാനിർമ്മിതം. എന്നിട്ടോ 3 ആക്കിയിട്ട് ലോകത്തെ തിരിച്ചു. പ്രഗൽഭ്യ ഭുവനത്രയും, ഭൂമിയുടെ താഴേക്കുള്ള ലോകം, ഭൂമിയുടെ മേപ്പെട്ടുള്ള ലോകം, അങ്ങനെ 3 ആക്കി തിരിച്ചു. പ്രഗൽഭ്യ ഭുവനത്രയും പ്രഭവൃതേ പ്രജാനിർമ്മിതവും, പ്രജാസൃഷ്ടി ആരംഭിച്ചു. കഴിഞ്ഞു, കഥ കഴിഞ്ഞ് ഭഗവാനെ രക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. തഥാവിധ കൃപാഭരോ, കൃപയുള്ളതായിട്ടുള്ള ഭഗവാനെ, കൃപ നിറഞ്ഞതായിട്ടുള്ള ഭഗവാനെ. തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുര അതീശ്വര ത്വമാശു പരിവാഹിമാം ഗുരുദയോക്ഷിതൈ. വളരെയേറെ ഉള്ളതായിട്ടുള്ള കാരുണ്യം കൊണ്ടുള്ള നോട്ടം കൊണ്ട്, ഒരു നോട്ടേ വേണ്ടു, എൻ്റെ രോഗമൊക്കെ പറക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അങ്ങ് ചെയ്യുന്നില്ല? എൻ്റെ കർമ്മം കൊണ്ടായിരിക്കാം. പക്ഷെ ദയവായിട്ട് ഒരു നോട്ടം, ഒരു കടാക്ഷം എൻ്റെ നേരെ പൊഴിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം അവസാനിപ്പിച്ച് തുടർന്ന് സൃഷ്ടി വർണ്ണിക്കുകയാണ്. എന്തൊക്കെയാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത് എന്ന് തുടർന്നാണ് വരാഹാവതാരം ആ കഥയിലേക്ക് ഇങ്ങോട്ട് വരുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.